എനിക്ക് പുതിയ മന്ത്രിസഭയെക്കുറിച്ച് ഉത്കണ്ഠകളും ആശങ്കകളും അല്ല, വളരെ പ്രതീക്ഷയാണ്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഇത് എൻ്റെ രൂപതയിൽപ്പെട്ട തന്നെ മുഖ്യമന്ത്രിയാണെന്ന്. കാരണം കോട്ടപ്പുറം രൂപതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവർകൾ ഞങ്ങളുടെ സ്വന്തം മുഖ്യമന്ത്രി തന്നെയാണ്. അതിനാൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പക്ഷെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് എല്ലാം പഠിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നു. ആ തുടക്കം തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഞങ്ങൾ അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഏറ്റവും പാവപ്പെട്ടവരെ വരെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വരെ നോക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും, ഒരു സർക്കാർ ആയിരിക്കും എന്ന് അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം വളരെ ധൈര്യപൂർവ്വം പറഞ്ഞു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കൃത്യമായ പദ്ധതികളുണ്ട്. ഇന്നിവിടെ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഒരു ടീം UDF എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ ടീം കേരള എന്ന നിലയിൽ അദ്ദേഹം അത് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള ചിന്തകളുണ്ട്. ഒരു നല്ല ദാർശനികനാണ്. അത് നടപ്പാക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നമുക്ക് മുഖ്യമന്ത്രിയായി കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, നല്ലൊരു മന്ത്രിസഭയെ തന്നെ അദ്ദേഹം പടുത്തുയർത്തിയിട്ടുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുനമ്പത്തെക്കുറിച്ച് ഇപ്പം ഞാൻ എൻ്റെ 610 മക്കൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മുഖ്യമന്ത്രിയുടെ തന്നെ മക്കളാണ്. ആയതിനാൽ ഞാൻ പോലും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അവർക്ക് വേണ്ടി നിലകൊള്ളും, അവർക്ക് വേണ്ടി അത് ശാശ്വതമായി പരിഹാരം ചെയ്തു കൊടുക്കുമെന്ന് അദ്ദേഹം തന്നെ ഈ മന്ത്രിപദത്തിൽ എത്തിയതിനു ശേഷവും പറഞ്ഞു എന്നുള്ളതാണ്. കാരണം പാവപ്പെട്ടവനെ തിരിച്ചറിയാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി നമുക്കിവിടെ സംജാതമായിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ്, ഒരുപാട് സന്തോഷമാണുള്ളത്. ആയതിനാൽ കേരള ജനത്തിനു വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മക്കൾക്കും പ്രതീക്ഷകളുടെ നമ്മൾ വലിയ ഒരു ഹിമാലയത്തിൽ തന്നെ നിൽക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്.